നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചിലർ വന്നിട്ട് ഒരു കാര്യമില്ല, ലൈക്ക് അവർക്ക് സീറോ കൺട്രോൾ ആയിരിക്കും ആ സർക്കംസ്റ്റൻസസിലുള്ള, എന്നിട്ടും ഭയങ്കരമായിട്ട് ഇരുന്ന് കംപ്ലൈൻറ്റ് ചെയ്യും. ലൈക്ക് വൈ ഡു ദേ ഈവൻ ഡു ദാറ്റ്? ഫോർ ഷുവർ ദേ നോ ദാറ്റ് ദേ കാൻ കൺട്രോൾ ദി ഔട്ട്കം, ദേ കാൻ ചേഞ്ച് ദ സിറ്റുവേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ട്രെയിനിലാന്നിരിക്കട്ടെ, ഒരു ലോങ് ജേർണി പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബോറടിക്കും. ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ബോർഡ്. അപ്പം എന്താ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാന്ന് പറഞ്ഞാല് ആ സിറ്റുവേഷനെ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണാതെ ആ സിറ്റുവേഷനിൽ വേറെന്തെങ്കിലും രീതിയിൽ ചിന്തിക്കാൻ നോക്കണം. ഇപ്പം ഞാൻ ആണെങ്കിൽ എന്റെ കേസിൽ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് ജേർണിയിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാം, അല്ലെ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയിൽ എടുക്കുക കാര്യങ്ങൾ. അല്ലാതെ ഇത്രയും നേരം ഞാൻ ട്രെയിനിൽ ഇരിക്കണം, ചുമ്മാ ഇരിക്കണം, ബോറടിക്കും, എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇറങ്ങി പോകാൻ തോന്നുന്നു, ഇങ്ങനെ കൂടുതൽ പറയും തോറും നിങ്ങൾ നെഗറ്റീവ് മൂഡിലാകുകയും ചെയ്യും. കൂടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ നെഗറ്റീവ് മൂഡിലാവും. കാരണം ആസ് ഹ്യൂമൻസ് വി ഓൾ ആർ കൺട്രോൾഡ് ബൈ അവർ എക്സ്റ്റേണൽ സജഷൻസ്. നിങ്ങൾ അടുത്തിരിക്കുന്ന ഒരാൾ ഒരു കാര്യമില്ലാതെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു വിൽ ഓൾസോ ഗെറ്റ് ഇൻ ടു ദാറ്റ് നെഗറ്റീവ് മൂഡ്. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ എങ്ങനെയും മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അല്ലാതെ കംപ്ലൈന്റ് ചെയ്യുന്നതുകൊണ്ട് നോ യൂസ്.